ചേച്ചി, പോലീസ്. ആരാ അമ്മനെ? പോലീസുകാരാ. ഈശ്വര. സുധേട്ടാ, ഒരു കാരണവശാലും അങ്ങോട്ട് പോകണ്ട. കുറച്ചു മുമ്പിൽ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞത്. സുധേട്ടൻ ഇതുവരെ വന്നിട്ടില്ല സർ. ഇനി അതിന്റെ ആവശ്യമില്ല. ആരാ ജ്യോതി? എനിക്ക് പിടിച്ച് കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ കൃത്യനിർവഹണത്തിനിടയിൽ ഒരു പെങ്കൊച്ചന്റെ കയ്യിലൊന്ന് പിടിച്ചു എന്ന് വെച്ചാൽ അത് വലിയ തെറ്റോ കുറ്റമൊന്നും അല്ല. ഞാനാ ജ്യോതി. എന്തിനാ കൊച്ചെ നീ അത് ചെയ്തത്? സർ, ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാൻ ആശുപത്രിയിൽ നിന്ന് അവന്റെ മൊഴി എടുത്തിട്ടാ വരുന്നത്. എവളെയും കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്കറിയാവുന്ന നല്ല ഭാഷയില് 4 ചോദ്യങ്ങൾ ചോദിച്ചാ തത്ത പറയുന്ന പോലെ ഇവളങ്ങ് പറയും. അറിയാമോ? അപ്പോ കൊച്ചു ഞങ്ങളുടെ കൂടെ പോരല്ലേ? ഒരു പെൺകുട്ടിയും ഒരാളെയും വെറുതെ ഉപദ്രവിക്കില്ല. അതെന്തിനാണെന്ന് അറിയാനുള്ള ബാധ്യത സാറിനുണ്ട്. ശരിയും തെറ്റുമൊക്കെ സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചുള്ളൂ. പക്ഷേ അതിനു വേണ്ടി ഒരു പെൺകുട്ടിയുടെ ശാപം അങ്ങ് വാങ്ങി വെക്കരുത്. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്റെ അനിയത്തി. അവളെ ആണുങ്ങൾ ആരുമില്ലാത്ത സമയത്ത് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ തകരുന്നത് ഈ കുടുംബത്തിന്റെ ഭാവിയാ. കാല് പിടിച്ച് പറയാണ് സർ, അതിനിട വരുത്തരുത്. ഞാൻ കൊണ്ടുവരാൻ ജ്യോതിയെ. സാർ ഇവിടെ നിന്ന് മടങ്ങിയാൽ ആ നിമിഷം ഞാൻ ഇവിടെയും കൂട്ടി ഇറങ്ങാം. അതിനുള്ള കരുണ കാണിക്കണം സർ. സാർ, ശരി. ആ, വണ്ടി എടുക്ക്.